ഹായ് മച്ചാമാരെ, എൻ്റെ ഗ്രാമമായ ഭരതന്നൂരിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്ക് സുമതികുളം അറിയാലോ? സുമതികുളത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഗ്രാമമാണ് ഭരതന്നൂര്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര സുമതികുളം തന്നെ തുടങ്ങാല്ലേ? അപ്പോൾ മച്ചാമാരെ, ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സുമതി വളവ്. ഇവിടുത്തെ കഥയും ചരിത്രവും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പക്ഷെ ആരായാലും രാത്രി ഇതുവഴി വരാനായിട്ട് ഒന്ന് പേടിക്കും. അത്രയ്ക്ക് കാടും കൊടും വളവുകളും ഉള്ള സ്ഥലമാണ് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം നല്ല കോടമഞ്ഞിറങ്ങുന്ന, ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ സുമതി വളവ്. അപ്പോൾ നമുക്കിനി നേരെ ഭരതന്നൂരിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഭരതന്നൂര്. അപ്പോൾ ഒരുപാട് കാടും മലകളും പുഴയൊക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്ന മൈലമ്മൂട് ആറ്. ഇത് നേരെ ചെന്ന് ചേരുന്നത് വാമനപുരം നദിയിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഭരതന്നൂർ ഗ്രാമത്തിലെ കൊച്ചു കൊച്ചു കാഴ്ചകളും കൂടി കണ്ടങ്ങ് പോകാൻ മച്ചാമാരെ. ഭരതന്നൂരിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ക്ഷേത്രമാണ് മൈലമ്മൂട് കോട്ടയപ്പൻകാവ്. വലിയ ഒരു ആൽമരത്തിന് താഴെയായിട്ടുള്ള ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ യാത്ര പോകുമ്പോഴേക്കും ഇവിടെ കാണിക്കെട്ട് തൊഴുതിട്ടാണ് യാത്ര പോകാറുള്ളത്. നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ രാവിലെ തന്നെ മഴ തുടങ്ങി വെച്ചാമാരെ, ഇന്നത്തെ വ്ളോഗിങ് വെള്ളത്തിലാവുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ ഗാർഡ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഭരതന്നൂരിലെ കല്ലുമലയിലേക്കാണ്. ഇതാണ് മച്ചാമാരെ ഞങ്ങളുടെ ഗ്രാമത്തിലെ മറ്റൊരു കാഴ്ച. നല്ല വെയിറ്റുള്ള വിറകും കൊണ്ട് കിലോമീറ്ററുകളോളം നടന്നു പോകുന്ന അമ്മമാരാണ്. അങ്ങനെ ചെറിയൊരു തേരിയും കൂടെ കയറി ഇറങ്ങിയാൽ എത്തുന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് കല്ലുമല. കണ്ണൂർ വനത്തിന്റെ അവസാനമായിട്ട് കുറച്ച് മുളകളും ഒരു അമ്പലവും കുറച്ച് വീടുകളും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ചാണുപാറ എന്ന് പറയുന്ന ഒരു പാറ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ക്ലോസ് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കല്ലുമലയ്ക്ക് താഴെയായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് ഇതിന് താഴേക്ക് പോയാൽ പുളിക്കര അടപ്പുറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തും. ഇതും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. മുളങ്കാടുകളും പുൽമേടും തോടും ഒക്കെ ആയിട്ട് ഈ കാനന സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അപ്പോൾ ഈ തോടിന് അക്കരെ കാണുന്നതാണ് അടപ്പുറ ക്ഷേത്രം, അതായത് കാടിന് നടുവിലെ ഒരു കുഞ്ഞമ്പലം. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എങ്ങനെ പറയാനാണ്? ആരായാലും ഒന്ന് താമസിക്കാൻ കൊതിച്ചു പോകുന്ന ഒരു സ്ഥലം എന്ന് പറയാം. കാരണം അത്രയ്ക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു സൈഡിൽ വനവും മറ്റേ സൈഡിൽ മുളം കാടുകളും, പിന്നെ നടുവിലതാ ഒരു ചെറിയ തോടും. ഈ കാഴ്ച കണ്ട് നടക്കാൻ പൊളിയല്ലേ മനുഷ്യന്മാർ. വനത്തിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ പാലോട് വനത്തിന്റെ സൗന്ദര്യം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചാനലിലുണ്ട്. പാലോട് വനത്തിനുള്ളിലൂടെ എന്നാണ് ടൈറ്റില്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ നേരെ വരുന്നത് ഭരതന്നൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. ഭരതന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് പഴക്കവും പാരമ്പര്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഭരതന്നൂരിലെ ഏറ്റവും വലിയ ഉത്സവവും വലിയ ഘോഷയാത്രയൊക്കെ ഈ മനോഹരമായ ശിവക്ഷേത്രത്തിൽ നിന്നാണ്. ഒരുപാട് കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു കുളവുമുണ്ട്. പണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് നെൽവയലുകളായിരുന്നു. ഇപ്പോൾ വയലുകളിലൊക്കെ റബ്ബറും കപ്പയും ഒക്കെ ആയി. അപ്പോൾ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക്. ശിവക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള ഒരു ഗ്രാമമാണ് തണ്ണിച്ചാല്. നല്ല പച്ചപ്പൊടിച്ചിടക്കുന്ന കുന്നിൻ ചെരുവുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ഗ്രാമമാണ്. മച്ചാമാരെ, ഈ കാണുന്നത് മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ്. തണ്ണിച്ചാലിൽ തന്നെ വൈശാഖ ഗാർഡൻസിന്റെ ഒരു ശ്രമമായിട്ടാണ് ഇങ്ങനെ മനോഹരമായ ഒരു കുന്നിൻ ചെരുവ് ഉണ്ടാകാൻ കാരണം. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വലിയ തോതിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തത് ഇവിടെയാണ്. അങ്ങതാ ഈ കുന്ന് കണ്ടോ, ഇതേപോലെ 2-3 കുന്ന് ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ്. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് ഇതിന്റെ ഫാമും അവരുടെ വീടും എല്ലാം. അപ്പോൾ ഒരുപാട് കൃഷിയിടങ്ങളും വയലുകളും തൊടികളും കാക്കപ്പൂവും പണ്ട് കയ്യിലെ ടാറ്റു അടിച്ചിരുന്ന ചെടിയും വെറ്റില കൊടികളും ഒക്കെ ആയിട്ട് ഭരതന്നൂരിന്റെ ഒരു സൈഡിലെ സൗന്ദര്യം അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഭരതന്നൂർ ടൗണിലേക്ക് പോകാം. ഈ കാണുന്ന ഭാഗമൊക്കെ പണ്ട് നല്ല വയലായിരുന്നു, ഇപ്പം മൊത്തം വാഴയും മരച്ചിനിയും ഒക്കെയാണ്. ഭരതന്നൂർ എത്തുന്നതിന് തൊട്ട് മുൻപ് കാണുന്ന ഇവിടമാണ് കരടിമുക്ക്. അപ്പോൾ ഇതാണ് കരടിമുക്ക് പള്ളി, ഭരതന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം പള്ളിയാണ്. അങ്ങനെ നമ്മളിതാ ഭരതന്നൂർ ടൗണിലേക്ക് എത്തി. ഇവിടുത്തെ സർവീസ് സ്റ്റേഷനും പപ്പടക്കടയും ചന്തയും GK ടെക്സ്റ്റൈൽസും ഓട്ടോ സ്റ്റാൻഡും കുന്നൽ ബേക്കറിയും ഒക്കെ കടന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഭരതന്നൂർ നെല്ലിക്കുന്ന് LPSലേക്കാണ്. ഭരതന്നൂരിലെ ഞാനടക്കം എല്ലാവരും കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് നെല്ലിക്കുന്ന് LP സ്കൂള്. ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകളും നല്ലൊരു നൊസ്റ്റാൾജി ഫീലും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ സ്കൂളിനെ ഒന്ന് ചുറ്റി കാണാം. സ്കൂളിന്റെ മുൻവശത്തെ ആ പഴയ കെട്ടിടം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠിത്തം ഇവിടെയായിരുന്നു. ഇന്നിപ്പോ ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് സ്കൂളിൽ പഠിത്തമില്ല. പണ്ട് ഇവിടെ വരാൻ വേണ്ടിയുള്ള ഒരു റൂം ഇതായിരുന്നു. ഇത് അതിനേക്കാളും പേടിയുള്ള ഒരു റൂമാണ്. ഭരതന്നൂരിലുള്ള ആരും ഈ പടിക്കെട്ടിനെ അങ്ങനെയൊന്നും മറക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ആൽമരത്തിനെ.
നിങ്ങൾക്ക് ഈ ആൽമരം ഓർമ്മയുണ്ടോ ഫ്രണ്ട്സ്? ഇതിന്റെ വള്ളിയിൽ തൂങ്ങി ആടാത്ത എത്ര പേരുണ്ടാവും? ഇന്നിപ്പോ കാലം മാറി, പഴയ ഗ്രൗണ്ടൊക്കെ പാർക്കായി, പഴയ ഓലമേഞ്ഞ ക്ലാസ് മുറികളൊക്കെ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ്സുകളായി. ഒരുപാട് ഓർമ്മകളുള്ള ഈ ഒരു കെട്ടിടം ഒഴിച്ച് സ്കൂളിലെ മറ്റെല്ലാം മാറി. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പുതിയ ക്ലാസ് മുറികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പ്രൊജക്ടറും സ്ക്രീനും ഒക്കെ ആയിട്ട് ആകപ്പാടെ ഒരു മാറ്റം. അപ്പോൾ നമ്മുടെ നെല്ലിക്കുന്ന് സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെ ഇവിടുത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് വലിയ സ്കൂളിലേക്കാണ്. ഞങ്ങളുടെ നാട്ടിലെ വലിയ സ്കൂൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭരതന്നൂരാണ്. മറ്റൊരു നൊസ്റ്റാൾജിയുടെ ലോകത്തേക്കാണ് നമ്മൾ ഈ കയറി പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് കൂട്ടുകാരും ഒക്കെ കിട്ടിയത് ഇവിടെ നിന്നാണ്. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട് ഭരതന്നൂർ വലിയ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവിടെ സ്കൂൾ ആകെ മാറി, ഇപ്പോൾ ഇവിടെ വേറെ ലെവലാണ്. സ്കൂളിന്റെ ആ പഴയ മുഖം അങ്ങ് മാറി. പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഒരു 3 നില കെട്ടിടമാണ് ഇപ്പോൾ സ്കൂളിന്റെ മുഖം. സംഭവം കളറായിട്ടുണ്ട്. മൊത്തം സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ ആയിട്ട് വേറെ ലെവലാണ് ഇപ്പോൾ ഭരതന്നൂർ വലിയ സ്കൂള്. അപ്പോൾ ഇതാണ് മച്ചന്മാരെ ഭരതന്നൂർ സ്കൂളിലെ പുതിയ ബിൽഡിങ്. മൊത്തത്തിൽ 3 ഫ്ലോർസ് ആണ്. എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ്സുകളാണ്. പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും പുതിയ സാങ്കേതിക വിദ്യകൾ വന്നാലും നമ്മുടെ പഴയ ഓർമ്മകൾക്ക് എന്നും ഒരു പ്രത്യേക മധുരമാണല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ സ്കൂളിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഭരതന്നൂർ സ്റ്റേഡിയത്തിലേക്കാണ്. ഭരതന്നൂരിന്റെ കാഴ്ചകളിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഭരതന്നൂർ സ്റ്റേഡിയം. കാരണം ഇവിടെ പഠിച്ചു വളർന്നവരുടെ ജീവിതത്തിൽ അത്രയ്ക്കും വലിയൊരു പങ്കുള്ള സ്ഥലം കൂടിയാണ് ഭരതന്നൂർ സ്റ്റേഡിയം. അപ്പോൾ നിങ്ങൾ തന്നെ പറ മച്ചാമാരെ, നിങ്ങൾക്ക് എൻ്റെ ഭരതന്നൂർ ഗ്രാമം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഭരതന്നൂർ ഗ്രാമത്തിന്റെ ഭംഗി മറ്റുള്ളവരും കൂടി കാണുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ വീണ്ടും വരുന്നതാണ്. അങ്ങനെ നേരെ വൈകുന്നേരമായ മച്ചാന്മാരെ ഇനി ഭരതന്നൂരിലേക്ക് പോകാം. വൈകുന്നേരം ഭരതന്നൂരിലെ ഉണ്ണിയണ്ണന്റെ കടയിൽ നിന്നും തട്ടുദോശയും താളത്തിൽ കൊട്ടിയെടുക്കുന്ന മുട്ടത്തോരനുമായിട്ട് ഭരതന്നൂരിലെ കാഴ്ചകൾ അങ്ങനെ ഇന്നിവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ. പ്രവീൺ രാജ്, ഭരതന്നൂർ.